ചിത്ര ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് കടയിൽ സർവീസിന് വന്ന ഒരു വേൾടെക്കിൻ്റെ ഒരു സബ് ആംപ്ലിഫയർ ആണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറേ കടകളിലൊക്കെ കൊടുത്ത് സർവീസിന് പോയി അത് ഇങ്ങനെ റിപ്പീറ്റായി അതായത് കുറേ കംപ്ലൈൻറ്റ് റിപ്പീറ്റായി വന്ന് അവസാനം നമ്മുടെ അടുത്ത് വന്നതാണ് ഈ സാധനം. നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ അടുത്തെത്തി അത് റെഡിയാക്കി കൊടുക്കാമെന്ന് ചോദിച്ച് നമ്മളത് എടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്യാതെ. കാരണം വെച്ചാൽ ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ കാണുന്ന ആൾക്കാർക്ക് ഇത് നല്ല പ്രയോജനം ചെയ്യും. ഇത് ലാസ്റ്റ് വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും ഈ സെറ്റ് തുറന്ന് ഇതിനുള്ളിലെ ബോർഡ് ഒന്ന് ഞാൻ കാണിക്കാം. ഇതാണ് സെറ്റിനകത്തെ ബോർഡ്. ഇതിൻ്റെ പവർ സപ്ലൈ ഭാഗം ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാണ്. പവർ സപ്ലൈ ഭാഗം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ആംപ്ലിഫയർ സെക്ഷൻ 2 ചാനലായിട്ടാണ്. അതിലും ഈ കമ്പോണൻസ് വൈസ് നോക്കുമ്പോൾ നമ്മൾ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രിൻ്റ് സൈഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുണ്ട് പ്രിൻ്റ് സൈഡ്. ഇത് പല തവണയായിട്ട് പലരും ഇതിൻ്റെ ട്രാൻസ്ഫർ മാറി പല കാര്യങ്ങളും ചെയ്ത് കൊടുത്തിരിക്കുന്ന, എന്നിട്ടെല്ലാം റിപ്പീറ്റ് വന്ന്, അതായത് ഒരാഴ്ചയൊക്കെ വർക്ക് ചെയ്യും, അതിന് ശേഷം വർക്ക് ചെയ്യാതെ വരും, അങ്ങനെ റിപ്പീറ്റൊക്കെ വന്ന് നിൽക്കുന്നതാണ് ഈ സെറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം ഇതിനകത്ത് ഈ ആംപ്ലിഫയർ സെക്ഷൻ മാറണം. കാരണം വെച്ചാൽ ഈ സെറ്റ് ഇനിയും ഈ ആംപ്ലിഫയർ ശരിയാക്കി കൊടുത്താലും ഇത് ലാസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് പവർ സപ്ലൈ സെക്ഷൻ ഓക്കെ ആക്കി. കാരണം വെച്ചാൽ ഇതിലൊരു ഈ PWM IC കംപ്ലൈൻ്റ് ആയിരുന്നേ, 094 IC കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ അത് നമ്മൾ മാറി. 494N എന്നാണ് IC നമ്പർ, TL 494. അത് നമ്മൾ മാറി. പിന്നെ കുറച്ച് ഡ്രൈ സോൾഡറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അത് അന്നേരം പവർ സപ്ലൈ റെഡിയായി. ഞാൻ പവർ സപ്ലൈ ചെക്ക് ചെയ്തായിരുന്നു, പവർ സപ്ലൈ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഈ ആംപ്ലിഫയർ സെക്ഷനാണ് മാറേണ്ടത്. ഈ ആംപ്ലിഫയർ സെക്ഷൻ മാറുക എന്ന് പറഞ്ഞാൽ വേറൊരു ബോർഡ് ഇതിനകത്ത് വെക്കാനായിട്ട് നമുക്ക് സ്പേസ് കിട്ടത്തില്ല. വേറെ ബോർഡ് ഇതിനകത്ത് വെക്കാൻ സ്പേസ് കിട്ടത്തില്ല. അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആംപ്ലിഫയർ സെക്ഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റുക. ഈ ആംപ്ലിഫയർ സെക്ഷൻ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അവിടെ പുതിയൊരു ആംപ്ലിഫയർ ഇതേ സെയിം ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഈ സെയിം പാർട്സിൽ പുതിയൊരു ബോർഡ് ഇവിടെ വെക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത ബോർഡ്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ബോർഡിൻ്റെ സെയിം വലുപ്പത്തിലും സെയിം സെറ്റപ്പിലും, അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ പൊസിഷനൊക്കെ ആ ബോർഡിലുള്ള സെയിം പൊസിഷൻ തന്നെയാണ്. ഈ വോളിയം കൺട്രോള്, ഈ RCA കണക്ടർ, ഈ കൺട്രോള്, അതെല്ലാം ആ സെറ്റിൻ്റെ സെയിം പൊസിഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനത് ആ സെറ്റിൻ്റെ ബോർഡിൽ തന്നെ വെച്ച് ഞാൻ കാണിക്കാം. കണ്ടോ, ഇതുണ്ട് ഈ ട്രാൻസിസ്റ്റർ നേരെ ആ പൊസിഷനിൽ തന്നെ, ഈ സ്ക്രൂ ഹോളും ആ പൊസിഷനിൽ തന്നെ വരും. ഇതുണ്ട് ഈ RCA സോക്കറ്റ് അവിടെ തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ ഈ കൺട്രോൾ, ഇതുണ്ട് കൺട്രോൾ നിൽക്കുന്നുണ്ടോ, കൺട്രോൾ അവിടെ തന്നെ. ഇവിടുത്തെ ഈ ഒരു ഹോളുണ്ട്, സ്ക്രൂ ചെയ്യാനുള്ള ഹോള്, അതും അതേപോലെ തന്നെ. ഈ സൈഡ് ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗം ഇതുണ്ട് സെയിം ആ പൊസിഷൻ തന്നെ വരുത്തി നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഡിസൈൻ ചെയ്ത് നമ്മൾ വരുത്തിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബോർഡ് കട്ട് ചെയ്യുക, അതായത് വലിയ ബോർഡ് കട്ട് ചെയ്യുക, എന്നിട്ട് ആ സെയിം സ്ഥാനത്ത് ഇത് വെക്കുക. ഇതേ കമ്പോണൻസ് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ ആ ബോർഡിലെ കമ്പോണൻസ് ഇട്ടതാണ്. കമ്പോണൻസ് ഇട്ട് ചെക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. ഇതിൽ കമ്പോണൻസ് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ, പവർ ട്രാൻസിസ്റ്ററും, ഈ വാട്ടുള്ള 2 റെസിസ്റ്റൻസ്, അതുപോലെ ഇവിടെ 2 റെസിസ്റ്റൻസ്, ഈ 2 പവർ ട്രാൻസിസ്റ്റർ, ഇത്രയും ഐറ്റംസ് നമ്മൾ പഴയ ബോർഡിൽ തന്നെ ഉപയോഗിച്ചു. കാരണം വെച്ചാൽ അതിന് മറ്റ് കംപ്ലൈൻറ്റ് ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മൾ ഉപയോഗിച്ചു. ബാക്കി എല്ലാം പുതിയ കമ്പോണൻസാണ്. ഈ സബിൻ്റെ സെക്ഷനും ഇതെല്ലാം പുതിയതെന്ന് പറഞ്ഞാൽ എല്ലാ കമ്പോണൻസും പുതിയതാണ്. പിന്നെ ആ സർക്യൂട്ടും പുതിയതാണ്. ഇതിനകത്തുള്ള സെയിം സർക്യൂട്ട് അല്ല, സർക്യൂട്ട് നമ്മൾ വേറെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ RCA സോക്കറ്റ്, ഈ വോളിയം കൺട്രോൾ പഴയതാണ്. ഈ വോളിയം കൺട്രോൾ പഴയ അതേ കിടന്ന വോളിയം കൺട്രോൾ തന്നെ. ഇതിൻ്റെ പ്രിൻ്റ് സൈഡ് ഇതാണ്. പ്രിൻ്റ് സൈഡ് നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇവിടെ ഇതൊരു മൈനസോ പ്ലസോ ഒരു സപ്ലൈ, ഇത് സ്പീക്കർ ലൈന്, ഇത് ഗ്രൗണ്ട്, ഇത് മൈനസോ പ്ലസോ ഒരു സപ്ലൈ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
അത്യാവശ്യം നല്ല പ്രിന്റുമായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിത്ര ഓഡിയോസ് എന്ന പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ ബോർഡ് മറ്റേ പവർ സപ്ലൈ ബോർഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. അത് ഞാൻ അടുത്തതായിട്ട് അത് കാണിച്ചു തരാം. നമ്മൾ ആ ബോർഡ് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി ആ ബോർഡ് നമ്മൾ മാറ്റുന്നു. ആംപ്ലിഫയർ ബോർഡ് മാറ്റുന്നു. പുതിയത് ബോർഡ് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യും. ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ഐഡിയ. ഇത് വെച്ച് ഐഡിയ നമ്മൾ പണ്ട് ഇതുപോലൊരു സെറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഡിസൈൻ ചെയ്യുമൊന്നും അല്ലായിരുന്നു. നമ്മൾ വേറൊരു ബോർഡിൽ കോമൺ പി സിയിൽ നമ്മൾ ചെയ്ത് വെക്കുമായിരുന്നു ഒരു ചെറിയ സെക്ഷൻ. പക്ഷേ ഇപ്പം നമുക്ക് ഡിസൈനിങ്ങും സൗകര്യമുണ്ട്, ബോർഡ് പ്രിൻ്റ് ചെയ്യാൻ സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ആ സെയിം ഇതിലാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് നമ്മളിത് കണക്ഷൻ ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിക്കാം. നമ്മളിത് സെറ്റ് ചെക്ക് ചെയ്യാണ്ട് പോവുകയാണ്. ഇതിൻ്റെ കണക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ റെഡ് വയർ ഈ ഡി സി പോസിറ്റീവ്, അതായത് ഈ കപ്പാസിറ്ററിൻ്റെ കാലമായി കാണുന്നത്. അതിൻ്റെ പോസിറ്റീവ് റെഡ് വയർ, ഈ യെല്ലോ വയർ നെഗറ്റീവ് 35 വോൾട്ട്, ഈ ബ്ലാക്ക് കോമൺ ഗ്രൗണ്ട്. പിന്നെ ഈ യെല്ലോ വയർ പോകുന്നത് ഇവിടുന്ന് സ്പീക്കർ ലൈൻ, ഇത് സ്പീക്കർ ലൈനാണ്. ഈ വലിയ പ്രിൻ്റ് പോകുന്ന സ്പീക്കർ ലൈനാണ്. ആ സ്പീക്കർ ലൈൻ നേരെ ചെന്ന് ഇതിൻ്റെ ഈ ഒരു കണക്ടറിലോട്ട്, അതായത് ഇതിപ്പോൾ ബ്രിഡ്ജായിട്ട് നമ്മൾ അവർക്ക് കസ്റ്റമർ പറഞ്ഞത് അവർക്ക് ബ്രിഡ്ജായിട്ട് 200 വാട്ട്സ് കിട്ടിയാൽ മതി, വേറെ സിംഗിളായിട്ട് കൊടുക്കുകയൊന്നും വേണ്ട, അതുകൊണ്ട് ബ്രിഡ്ജ് മതി, വേറെ ഓപ്ഷൻ ഇടണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ബ്രിഡ്ജായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു, എൻഡ് ടു എൻഡ്. ഈ എൻഡ് നമ്മൾ ഇതുകൊണ്ടോ ഗ്രൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് ഇത് ഗ്രൗണ്ട്, ഈ പോയിന്റ് ഗ്രൗണ്ടാണ്. ഇത് ഗ്രൗണ്ടുമായിട്ട് നമ്മൾ ഈ പോയിന്റ് ബന്ധിപ്പിച്ചു. ഇത് പോസിറ്റീവ് സ്പീക്കർ ലൈൻ, അങ്ങനെ അത്. പിന്നെ നമ്മളിത് ഇവിടെ സ്പീക്കർ ലൈൻ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. സപ്ലൈ പോസിറ്റീവ്, ഇവിടെ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റിമോട്ടിന് കണക്ഷൻ ഞാനിപ്പോൾ ഈ സ്ക്രൂ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇത് ഇവിടുന്ന് ഒരു ഫ്യൂസ് പോലെ ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് റിമോട്ടിന് കണക്ഷന്. ഇപ്പം നമുക്ക് ഇതിനകത്ത് സ്ക്രൂ ഇടാനുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സപ്ലൈ ഒന്ന് ഓണാക്കാനായിട്ട് പോവുകയാണ്. സപ്ലൈ ഓണാക്കി, ഇതുകൊണ്ട് ഗ്രീൻ കത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓഡിയോ ഒന്ന് തൊട്ട് നോക്കാം. ഓഡിയോ കേൾക്കുന്നില്ല. വോളിയം ശകലം വെച്ചു, തൊട്ട് നോക്കി, ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, നല്ല സെറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒത്തിരി സമയം ഓണാക്കി ഇടാൻ പറ്റില്ല. ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാബിനുള്ളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ക്യാബിന്, മെറ്റൽ ക്യാബിന്. ഇതിൽ നമ്മൾ ഇപ്പം മൈക്ക ഷീറ്റ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക, ഉറപ്പിച്ചിരിക്കുക. ആദ്യം ഇത് ഫുള്ള് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഫുള്ള് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തതിന് ശേഷം മൈക്ക ഷീറ്റിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഫില്ല് ചെയ്തിട്ട് അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇനിയും നമ്മൾ കമ്പോണൻസിലും ഇതുപോലെ തന്നെ ചെയ്യും. ഇതിപ്പോൾ എൻ്റെ ഒരു മെത്തേഡാണ്, എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മൈക്ക ഷീറ്റിനിടയിലും ഈ ഹീറ്റ് സിങ്കിൻ്റെ ഇടയിലും ഈ കമ്പോണൻസിൻ്റെ ഇടയിലുമായിട്ട് ഫുള്ള് ഈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഫില്ലാവും. അന്നേരം കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കുറവായിരിക്കും. അന്നേരം അങ്ങനെ നമ്മൾ ചെയ്തു. ഇനി ഇത് നമുക്ക് ബോർഡ് എടുത്ത് വെച്ച് ഫിറ്റ് ചെയ്യാം. അതെ, നമ്മുടെ ഉദ്യമം വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബോർഡ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അതിൽ ഫിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ കറക്റ്റ് ആ നേരത്തെ ഉണ്ടായിരുന്ന ബോർഡിൻ്റെ സെയിം സ്ക്രൂവിൻ്റെ ആ പോർഷനിൽ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്തേക്കുകയാണ്. ഇതെല്ലാം കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ RCA സോക്കറ്റ് കൺട്രോള്, ഇവിടെ ഫ്രീക്വൻസിയുടെ കൺട്രോൾ ഇടാനുള്ളത്, അത് കസ്റ്റമറോട് ചോദിച്ചിട്ട് ഇടണമെങ്കിൽ ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ അത് വലിയൊരു ആവശ്യകത വരുന്നില്ല. ഇതിപ്പം ഏറ്റവും ലോ ഫ്രീക്വൻസിയിലാണ് ഇട്ടിരിക്കുന്നത്, ഫ്രീക്വൻസി കൂടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൺട്രോൾ വേണോ വേണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. ഇതാണ് ഒരു സർവീസിൻ്റെ വേറൊരു വേർഷനായത്. ഇങ്ങനെ സർവീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സാധനം ശരിയാക്കണമെന്ന് വിചാരിച്ചാൽ അത് എങ്ങനെയും റെഡിയാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ പറയുക. ഇതിനകത്ത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും പറയുക. ഇപ്പോൾ ചിലരുടെ ഒരു സംശയം ഇതിനകത്ത് വരുന്നത്, ഈ പവർ സപ്ലൈ സെക്ഷൻ പഴയതല്ലേ, അത് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയില്ലേ എന്നൊക്കെയാണ് ഒരു സംശയം. പക്ഷേ അത് കംപ്ലൈൻ്റ് ആയാലും നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റ് മാറ്റുന്നതിനുള്ള ഒരു സൊല്യൂഷൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പവർ സപ്ലൈയുടെ ഭാഗം ഓർത്ത് ടെൻഷൻ അടിക്കുകയേ ആവശ്യമില്ല. പവർ സപ്ലൈ എങ്ങനെ കംപ്ലൈൻറ്റ് വന്നാലും അത് റെഡിയാക്കാം. അതുകൊണ്ട് ആ പ്രശ്നമില്ല. പിന്നെ ഇതൊരു നല്ലൊരു ക്ലാസ് എ ബി ആംപ്ലിഫയർ ആണ്. ഇതും കംപ്ലൈൻറ്റ് റേഷ്യോ വളരെ കുറവാണ്. ഇതിപ്പോൾ ഞാൻ നമ്മളെ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ ഇതൊന്ന് ഹീറ്റ് സിങ്ക് വെക്കാതെ ഇത് വർക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഒരു 4 മിനിറ്റോളം ഞാൻ വർക്ക് ചെയ്തു. എന്നിട്ടും ട്രാൻസിസ്റ്ററിന് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അതായത് ഒരു നോർമൽ ഹീറ്റ് മാത്രമേ ഇതിന് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് അടച്ചതിന് ശേഷം ഇത് ഒന്നുകൂടെ വർക്ക് ചെയ്യുന്നത് കാണിക്കാം. ഇതുകൊണ്ട് അതിൻ്റെ ബോർഡിൻ്റെ സൈഡ് പ്ലേറ്റ് ആയതേ, ബോർഡിൻ്റെ അല്ല, ക്യാബിൻ്റെ സൈഡ് പ്ലേറ്റ്, അത് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ വരുത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഉണ്ടല്ലോ, ഒരു വ്യത്യാസവും ഇല്ല. അത് ആ സെയിം പൊസിഷനിൽ തന്നെ വരുത്തി. ഇതുകൊണ്ട് ഇവിടെ സ്ക്രൂ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളത് ആ കറക്റ്റ് പൊസിഷനിൽ വരുത്തി ചെയ്തിരിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കൂടുതൽ ഇടുന്നതായിരിക്കും. ഒരു സന്തോഷ വാർത്തയോടെ പറയാനുണ്ട്. നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് വളരെ പെട്ടെന്നായിരുന്നു നമുക്കായത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കോൾസൊക്കെ വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ നമ്മളെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. നന്ദി, നമസ്കാരം.